അധ്യയനം വേണം, അധ്യാപനം വേണം. ഇപ്പോൾ ടീച്ചർ വീട് കഴിഞ്ഞു, ഉന്നത വിദ്യാഭ്യാസം നേടി, ജോലി കിട്ടി, സ്കൂളിൽ വന്നു. അവർ മിണ്ടാണ്ടിരിക്കുകയല്ലല്ലോ ചെയ്തത്. വർഷങ്ങളായി അത് അധ്യാപക വൃത്തിയിലൂടെ അധ്യാപനം അവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു, പകർന്നു കൊടുത്തു. ഇംപാർട്ടിങ് ദ എഡ്യൂക്കെയർ. എഡ്യൂക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ആ ഒരു ലാറ്റിൻ വേക്കിൽ നിന്നാണ് എഡ്യൂക്കേഷൻ എന്ന പദം ഉണ്ടായത്. അതിനർത്ഥം ശരിക്കും പറഞ്ഞാൽ പകർന്നു കൊടുക്കുക. ഇല്ലാത്ത പാത്രത്തിലേക്ക് ഉള്ള പാത്രത്തിൽ നിന്ന് ഒഴുക്കി കൊടുക്കുന്നത് പോലെ വിദ്യകൾ പകർന്നു കൊടുത്തു. നമ്മൾ അങ്ങനെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അധ്യയനം വേണം, അധ്യാപനം വേണം, പിന്നെയോ അനുഷ്ഠാനം. നമ്മളിത് അനുഷ്ഠിക്കണ്ടേ, വേണ്ടേ? ആ അമ്പലത്തിലേക്ക് പോയിട്ട് കാര്യമില്ല, എന്നിട്ട് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? അനുഷ്ഠാനം അടുത്ത തലമുറയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം, ആചരിക്കണം, കുളിക്കണം. അതുപോലെ മറ്റു പലതും ഉണ്ട്. പഞ്ചശുദ്ധിയെക്കുറിച്ച് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ആ ആചരണം എവിടെ നിന്നുണ്ടാവും? ശരീരശുദ്ധി ഉണ്ടോ? ആഹാരശുദ്ധി ഉണ്ടോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് വാക്കുശുദ്ധി ഉണ്ടോ? മനഃശുദ്ധി ഉണ്ടോ? നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും സത്യവും ധർമ്മവും നീതിയും കരുണയൊക്കെ ഉള്ളതാണോ? അത് വെച്ചിട്ടാണോ നമ്മുടെ ജീവിതം? ഇതൊന്നും ഇല്ലാത്തവന്ന് പറഞ്ഞിട്ട് ഏത് ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം നമ്മുടെ കൂടെ വരുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പണികളും ജീവിത വൃത്തികളും ഒക്കെ ചതിയും കള്ളവും വഞ്ചനയും അതുപോലെ തന്നെ കുനിഷ്ടും കുന്നായ്മയും കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാണെങ്കിൽ അതൊക്കെ അനുഷ്ഠിച്ച് എന്നിട്ട് ഭഗവാനെ പരമേശ്വര എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഈ പരമേശ്വരനെ രക്ഷിക്കാതിരിക്കുക? അങ്ങനെ രക്ഷിക്കുന്ന പരമേശ്വരനാണോ ഈ സാക്ഷാൽ പരമേശ്വരത്വം നേടിയിട്ടുള്ളതെന്നാണ് നിങ്ങളുടെ വിചാരം? ആലോചിക്കണം സനാതന ധർമ്മികളെ. അപ്പോൾ അനുഷ്ഠാനം കൃത്യമായിട്ടുണ്ടാവണം, ആചരണം ഉണ്ടാവണം. അത് പലതരത്തിലുള്ള ആചരണമുണ്ട്. സദാചാരം, ദുരാചാരം, പിന്നെയോ സദാചാരം, ദുരാചാരമുണ്ട്. ഇതിലേത് ആചാരം നമുക്ക് വേണ്ടത്? കാലക്രമേണ മാറ്റേണ്ടതായിട്ടുള്ളതൊക്കെ 10,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടരണ്ട. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. താതസ്യ കൂപോയ മിതിബ്രുവാണ കാ പുരുഷ ശാരജലം ബബന്തി. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛൻ കുഴിച്ച കിണറ്റിൽ ഉപ്പുവെള്ളം നടക്കി ഈ സോപ്പൊക്കെ പറയാത്തൊരു തരം ജലം കണ്ടിട്ടില്ലേ, ഹാർഡ് വാട്ടർ. അതാന്ന് കരുതി അവൻ മകനാണെന്ന് കണക്ക് ഈ ജീവിതകാലം മുഴുവൻ അത് കുടിച്ചോളണമെന്ന് നിർബന്ധമില്ല. താതസ്യ കൂപ്പോയ മിതിബ്രുവാണ കാ പുരുഷ ക്ഷാരജലം ബന്ധിത. എന്നുവെച്ചാൽ ഇവൻ ജീവിതകാലം മുഴുവൻ ഈ ഉപ്പുവെള്ളം കുടിച്ച് ജീവിക്കണമെന്നുണ്ടോ? പുതിയ കിണർ ഒഴിച്ചൂടെ എന്ന് എഴുതി വെച്ച അഭിമാനത്തോടുകൂടി പഠിക്കാൻ നമ്മളെ സ്വതന്ത്രമാക്കി വിട്ട സനാതന ധർമ്മത്തിൻ്റെ പുരോഹിതന്മാരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. 30 കോടി ദൈവങ്ങളല്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊക്കെ ഒന്നേ ഉള്ളൂ, മതിയെന്നേ. 1-1.5 ഇട്ടിട്ട് നിങ്ങളിപ്പോൾ പൂജിച്ചോ. ഞങ്ങൾക്ക് 33, അക്കാലത്ത് ഇത് എഴുതുന്ന സമയത്ത് 33 കോടി ജനങ്ങളായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇട്ടു. ഇവനാണെങ്കിൽ 820 കോടി ജനങ്ങളെന്നാണ് നമ്മൾ പറയാം. എന്തേ? നമുക്ക് എല്ലാവരും ദൈവസ്വരൂപരാണെന്നേ. പുല്ല് മുതൽ അങ്ങോട്ട് എല്ലാം ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ എല്ലാം അത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നു. കാരണം സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് ടു ദ യൂണിയൻ ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് ടു ദ സുപ്രീം കോൺഷ്യസ് എന്നാണ് നമ്മുടെ ആധ്യാത്മിക രീതിയുടെ സംഗതി. ഈ സഹജാവബോധം, ഈ സ്വബോധത്തെ, ആത്മീയ ചൈതന്യത്തെ ഈ പ്രപഞ്ച ചൈതന്യത്തിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമാണ് സനാതനധർമ്മം. അല്ലാണ്ട് ഏതെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വേറെ ഒരുത്തനോട് പറയുന്ന രീതിയല്ല നമ്മൾ ഡയറക്റ്റ് കണക്ഷനാണ്. ഹോട്ടലായി ആ പരമേശ്വര കളി എന്നൊക്കെ വിളിക്കാനായിട്ടില്ലേ നിങ്ങൾ? രാമകൃഷ്ണ പരമഹംസൻ കാളിയെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാം നമുക്ക്? ദക്ഷിണേശ്വരത്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്താ പറയാന്നറിയാം? ഇടി കാളി. അതുപോലെ മാതാമൃതാനന്ദമയി, ഞാൻ 3 ദിവസം മുമ്പ് ഞാൻ അവിടുത്തെ ഇതുണ്ട്, അമൃതാനന്ദമയി വിശ്വവിദ്യാപീഠത്തിലായിരുന്നു. 3 ദിവസം ഞാൻ അവിടെ പരിപാടിക്ക് പോയിരിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയെ കണ്ടു. അപ്പോൾ ഈ അമ്മയും ഭാവാവേശത്തിൽ കാളി കൃഷ്ണ ഇടാ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്നൊരു സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഏത് ആചരണമാണോ സദാചാരം നിലനിൽക്കും, ദുരാചാരങ്ങൾ അരുത്. അത് മാറ്റണതാണെങ്കിൽ എത്രയോ കാലം കൊണ്ട് മാറ്റി നമ്മൾ, ശരിയല്ലേ? എത്രയോ ആചാര പദ്ധതികൾ നമ്മൾ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ വന്ന് കുത്തിരിക്കണേ. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തടസ്സം വന്നാൽ അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്, കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് ഹിന്ദുധർമ്മം എന്നും നിലനിന്നിരുന്നു, നിൽക്കുക തന്നെ വേണം. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വർഗവാസി എങ്ങാണ്ടോ ഇരിക്കുന്ന ഈ കിട്ടിയ ഭൂമിയിൽ മനുഷ്യാത്മക്കളായിട്ട് ഇവിടെ വന്നിട്ട്
മനുഷ്യനെ നശിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനം ചെയ്ത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന 73ഓളം വരുന്ന ഹൂറികളുടെ അടുത്തേക്ക് പോകാനല്ല ഞാൻ ചിന്തിക്കണം. ചില ആൾക്കാർ മരിക്കുന്ന സമയത്ത് അടിവസ്ത്രത്തിൽ ഇരുമ്പ് കണ്ടത് എന്താ വെച്ചാൽ ഏതോ ഒരു ഭാഗം സൂക്ഷിച്ചു വയ്ക്കണത്ര. ഇത്ര ബോഷ്കന്മാരായി പോയല്ലോ ചങ്ങാതി നമ്മുടെ ആൾക്കാർ. പക്ഷെ നമ്മുടെ മതം അതല്ല പറഞ്ഞത്. നമ്മുടെ മതം പറഞ്ഞത് യസ്യ പുത്ര വശീഭൂത ഭാര്യ ചന്ദാനുഗാമിനി വിഭവേയശ്ച സന്തുഷ്ട തസ്യ സ്വർഗം ഇഹയവഹി. ഇവിടെ തന്നെയാണ് സ്വർഗമെന്ന ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞ ധർമ്മശാസ്ത്രം എങ്ങനെ തെറ്റാവും? മക്കളെ, മകളാവട്ടെ മകനാവട്ടെ, മാതാപിതാക്കളെ അനുസരിച്ച് വാഴുന്ന വീട് സ്വർഗമല്ലാതെ പിന്നെ നരകാവോ? പറയും നിങ്ങൾ. ഭാര്യാഹ, സംസ്കൃതത്തിൽ കുറെ നീട്ടലും കുറുക്കളൊക്കെ വരുമ്പോൾ അർത്ഥം ചിലത് കൂട്ടമായിട്ട് ചെയ്യണത്, ചില ഒറ്റയ്ക്ക് ചെയ്യണത്, ചിലത് എതിർത്ത് ചെയ്യണതാണ്. വാക്കൊന്നും ചെയ്യില്ല, ശബ്ദങ്ങൾ നീട്ടിയാൽ മതി. ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഭാര്യ ഭർത്താവിനെ, ഭർത്താവാണെങ്കിലോ സംരക്ഷിക്കുകയും വാത്സല്യപൂർവ്വം ജീവിതത്തിന് പങ്കാളിയായിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വീട് എങ്ങനെയിരിക്കും? നരകമായിരിക്കുമോ? സ്വർഗമായിരിക്കും. പിന്നെയോ വിഭവേയശ്ച സന്തുഷ്ട, കിട്ടുന്ന വരുമാനത്തിനനുസൃതമായിട്ട് മാത്രം ജീവിക്കാൻ തയ്യാറാവുക. ശരി, അയൽവക്കക്കാരൻ കാറ് വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കയ്യിലുള്ള നല്ല സ്വിഫ്റ്റ് കാട്ടിക്കളയേണ്ട കാര്യമുണ്ടോ? നമ്മുടെ കയ്യിലുള്ള 3 സ്റ്റാർ ഫ്രിഡ്ജ് കളഞ്ഞിട്ട് 5 സ്റ്റാർ ലോൺ എടുത്ത് വാങ്ങിയിട്ട് കാര്യമുണ്ടോ? വരുമാനം ഇല്ലെങ്കിൽ എന്തിനാണ് ആ ഭാഗത്തേക്ക് പോണേ? ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാ ചികിത്സയും ചെയ്യാനായിട്ട് ഈ നാട്ടുകാരിൽ തെണ്ടേണ്ട കാര്യമുണ്ടോ? ഇൻഷുറൻസ് എടുത്ത് വെച്ചുകൂടായിരുന്നോ? ഇല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതക്രമങ്ങളെ നാം അത്യാധുനികമായ രീതിയിൽ ജീവിക്കുന്ന ദൈവവിശ്വാസത്തോടൊപ്പം മറ്റു പല കാര്യങ്ങളിലും നമ്മൾ ചെയ്യണം. അതിനിപ്പോൾ നമ്മളെന്താ ചെയ്യണം? മദ്യത്തിൻ്റെയും ലോട്ടറി ടിക്കറ്റിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ പോയിരിക്കുകയാണ്. കേരളത്തിലെ വരുമാനം കിടന്ന് കളിക്കുന്നത് അതിലൊക്കെയാണ്. പിന്നെ ഈ 20 വർഷം കൊണ്ട് നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള കുഴിമന്തി അടക്കമുള്ള അൽഫാം എന്തൊക്കെയോ സാധനങ്ങൾ അടക്കമുള്ള സംഗതി, ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിലെ ആൾക്കാർ കഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷേ എനിക്ക് പറയാം, ഞാനിത് കഴിക്കില്ല. കാപ്പി, ചായ, ബീഡി, സിഗരറ്റ്, മത്സ്യം, മാംസം, മുട്ട, മദ്യം ഒന്നും രാധാകൃഷ്ണൻ്റെ ജീവിതത്തിലില്ല. എന്ന് വെച്ചിട്ട് ഇത് കഴിക്കുന്ന ആൾക്കാരൊക്കെ അസുരന്മാരാണെന്ന് കടന്നു പോകുന്നൊന്നും ഞാനും പറയാനില്ല. ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാനാണ്. കാരണം രാമായണത്തിലെ കാനനവാസത്തിൽ മസാല ദോശ നമ്മുടെ എന്നിട്ടാണ് നമ്പീസ് ബേക്കറിയിൽ നിന്ന് ആ മസാല ദോശ കഴിച്ചിട്ടൊന്നുള്ള രാമനും സീതയും ലക്ഷ്മണനൊക്കെ ജീവിച്ചത്. അതിലിഷ്ടം പോലെ വ്യക്തമായിട്ട് വാൽമീകിയും പറയുന്നുണ്ട്, തുഞ്ചത്ത് ആചാര്യനും കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെന്തൊക്കെ ഉണക്കിയാണ് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് ഇത് നിഷിദ്ധമാണെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല. ഞാൻ കഴിക്കില്ല, അത്രയേ ഉള്ളൂ. കാരണം ഞാനൊരു സസ്യബുക്കായിട്ടാണ് എനിക്കിഷ്ടം. എൻ്റെ ദഹന വ്യവസ്ഥയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അതാണ്. എന്ന് വെച്ചിട്ട് ക്യാൻസർ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നല്ല പച്ചക്കറികൾ ഭംഗിയുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് 35% കൂടുതൽ മറ്റേത് ഭക്ഷണ പദാർത്ഥത്തിനേക്കാൾ കൂടുതൽ വിഷപദാർത്ഥമാണ് ഇതിലുള്ളത്, ഈ പച്ചക്കറിയിലുള്ളത്. ഇവിടെ പൂജിക്കാൻ വരുന്ന ശർക്കര, നല്ല കൂട്ടുപായസം ആരെങ്കിലും ദേവിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ അച്ച് ശർക്കരയാണ് നിങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ മഞ്ഞ കളറുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ സാധനമാണ്. ക്യാൻസർ ഉറപ്പാണ്. മുളക് പൊടിയിൽ ഈ കസേരയുടെ നിറത്തേക്കാൾ നല്ല കട്ട് നിറമുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരു സംതൃപ്തി ഉള്ളൂ. അതാണ് മുളക് പൊടി എന്നാണ് നമ്മുടെ അന്ധവിശ്വാസം. അതിൽ ഇഷ്ടികപ്പൊടി മുതൽ റോഡമിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ചേർക്കണമെന്നുള്ളത് എത്ര പേർക്കറിയാം? പരിപ്പിലടക്കം വരുന്നതിൽ വന്ധ്യംകരണം നടക്കുന്ന സ്ത്രീയായാലും പുരുഷനായാലും വിവാഹം കഴിഞ്ഞിട്ട് 4 കൊല്ലമായിട്ടും കുഞ്ഞുങ്ങളില്ലേന്ന് വെച്ചിട്ട് അവർ കാര്യങ്ങൾ നടത്താത്തതുകൊണ്ടല്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള സ്പേമിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള മായം ചേർത്തിട്ട് വരുന്നതാണെന്ന് എത്ര പേർക്കറിയാം? അജിനോമോട്ട പുലർത്തിയിട്ടുള്ള, അതായത് സോഡിയം ഗ്ലൂക്കോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ചേർക്കാത്ത ഒരു ഭക്ഷണ പദാർത്ഥവും നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് സത്യം കൂട്ടരെ. തുപ്പിയും മൂത്രമൊഴിച്ചൊക്കെ നമുക്ക് തരുന്ന ഏറ്റവും നല്ല ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് നമുക്കിപ്പോൾ പലർക്കും ഇഷ്ടം. എനിക്ക് അറിഞ്ഞൂടാ, സ്വാദ് കൂടുതലില്ല എന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരോട് നിങ്ങൾ ഉണ്ടാക്കി തരുന്ന സാധനമാണ് ഞാൻ കഴിക്കാം, പുറത്തുനിന്നാണെങ്കിൽ എനിക്ക് വേണ്ട. കാരണം മതപരമായ വികാരങ്ങൾ കൊണ്ട് കാഫിര്യങ്ങൾക്ക് തുപ്പിയേ കൊടുക്കുള്ളൂ എന്ന് തീരുമാനിക്കുമെന്ന് എപ്പോഴെങ്കിലും തുപ്പും. അതിനുള്ള ഫോട്ടോസും വീഡിയോസും ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ആരെന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ ജീവിതം സദാചാരപൂർണ്ണമായിരിക്കണം. ദുരാചാരങ്ങളെ, അനാചാരങ്ങളെ നമ്മൾ മാറ്റി നിർത്തി കളയന്നെ വേണം. ശാസ്ത്രയുക്തിയെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള ചര്യകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ രാവിലെ കുളിക്കൂ മകനെ മകളെ എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളത്തിലാണെങ്കിൽ 3 പ്രാവശ്യം രക്തപര്യന വ്യവസ്ഥ, ദ സർക്കുലേറ്ററി സിസ്റ്റം വിൽ ബൂസ്റ്റ് അപ്പ് 3 ഡബിൾ അല്ലെങ്കിൽ 3 ടൈംസ് മോറാണ്. അതായത് പച്ചവെള്ളത്തിൽ 3 പ്രാവശ്യം കൂടുതലായിരിക്കും രക്തപര്യന വ്യവസ്ഥ വരെ. എവിടെയൊക്കെ ബ്ലഡ് സ്ട്രീം ഉണ്ടായോ
അവിടേക്ക് ഇൻഫ്ലമേഷൻ കുറയും, നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ വരാനുള്ള കുറവുണ്ടാവും. നല്ല പോലെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖകരമായിരിക്കും. ഇതൊക്കെ എന്നാ നിങ്ങൾ ആചരിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൂട്ടരെ. അപ്പോൾ എന്തായാലും അധ്യയനം ചെയ്യൂ, അധ്യാപനം ചെയ്യൂ, അനുഷ്ഠാനങ്ങൾ ചെയ്യൂ. അത് സദാചാര വിരുദ്ധാവരുത്, സദാചാരത്തിന് ഗുണമുള്ളതായിരിക്കണം. ധാർമ്മികമായൊരു ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ കണ്ടു വളരുന്ന മക്കളായിട്ട് തീരട്ടെ. നമ്മളെയൊക്കെ മാതൃകയാക്കാൻ സാധിച്ചാൽ നല്ലത്. അരുത് എന്ന് പറയുകയും നമ്മളത് ചെയ്യുകയും ചെയ്യുന്ന ഒരു കോൺട്രഡിക്ടറി ഒരു ലെവലിലേക്ക്, ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരു ശീലത്തിലേക്ക് നമ്മളാരും മക്കളെ കൊണ്ടുവരാതിരിക്കുക. പിന്നെയോ ഇത് തന്നെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പ്രചരിപ്പിച്ചില്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എങ്ങനെ കിട്ടുക? മറ്റൊരാൾക്ക് ഇതെങ്ങനെ മനസ്സിലാക്കുക? പിന്നെ സംരക്ഷിക്കണം. ആപത്ത് വരുന്ന സമയത്ത് അതിനെ വെല്ലുവിളിക്കുന്ന വിധത്തിലേക്കുള്ള ശക്തി സമാഹരിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കാനും തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ ഇതിനെ നിലനിർത്താൻ കഴിയുള്ളൂ. അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൃത്യമായിട്ട് തെളിയണം. അങ്ങനെ ബുദ്ധി തെളിയണമെങ്കിൽ നമ്മുടെ യോഗികളായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമുക്ക് വേണം. അത് 5 ക്യാപിറ്റൽ P പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. 5 P. 1, പ്രോപ്പർ ഡയറ്റ്. നല്ല ഭക്ഷണം കഴിക്കൂ, നല്ലോണം തന്നെ കഴിച്ചോളൂ, പക്ഷേ നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രം. പ്രോപ്പർ ഡയറ്റ്. വലിച്ചു വാരി കഴിച്ചിട്ടുള്ള അസുഖങ്ങളാണ് ഇന്ന് 30%. അരവയറൊട്ടി നിന്നിരുന്ന കേരള സമൂഹത്തിൽ 97% പേരും വൈദ്യന്മാരെ കാണാൻ പോയിട്ടില്ല. ചൊറി ജനങ്ങൾക്ക് കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാവുന്നല്ലാതെ നമ്മുടെ 97 വയസ്സായിട്ടുള്ള അപ്പൂപ്പനോ അമ്മൂമ്മയൊന്നും അധിക കാലമൊന്നും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ഇന്ന് നമ്മളൊക്കെ കൊടുത്ത ഭക്ഷണവും നമ്മുടെയൊക്കെ രീതിയും പെരുമാറ്റത്തിൻ്റെ കൊണ്ട് മാനസികമായിട്ടുള്ള സൈക്കോസമാറ്റിക് ഇൽനെസ്സൊക്കെ വന്നിട്ടായിരിക്കും അവർ മിക്കവാറും ICUലൊക്കെ കിടക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ എക്സസൈസ്. അന്നിപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള ആൾക്കാർ അമ്പലത്തിൽ നടന്നും പ്രദക്ഷിണം ചെയ്തും ഒക്കെ ചെയ്തു വരുന്ന സമയത്തുണ്ടാവും. ഇനി പൂജാരി ആയാലും പ്രാണായാമം മാത്രമൊന്നുമല്ല, നടന്നാന്തരം സൂര്യനമസ്കാരം ചെയ്യുന്ന ആൾക്കാരായിരുന്നു പണ്ട്. അപ്പോൾ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ മിതവും ഹിതകരവുമായ ഭക്ഷണത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമാണ് മിതവും ഹിതകരവുമായ വ്യായാമം. പിന്നെയോ പ്രോപ്പർ ബ്രീത്തിങ്. നമ്മൾ ശ്വാസം മര്യാദയ്ക്ക് വലിക്കുന്നില്ല. ശ്വാസം മാത്രം മര്യാദയ്ക്ക് വലിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് 1,90,000 പേര് ഈ കോവിഡിന് മരിക്കില്ലേ. അവർ മുഴുവൻ മരിച്ചു പോയതിൻ്റെ കാരണം ഈ ആംബുലൻസിൽ അവർക്ക് ആ പറയുന്ന ICUവിൽ എത്തി വെന്റിലേറ്റർ സിസ്റ്റത്തിലേക്ക് ഘടിപ്പിക്കാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതുവരെ ദീർഘശ്വാസം വലിക്കാൻ പറ്റാത്തതുകൊണ്ട് ഓക്സിജൻ കൗണ്ട് പോയതാണ്. 70-നൊക്കെ താഴെ പോകും, 60-ന് താഴെ പോകും. പിന്നെ അത് 94-ൽ എത്തണം. അതിനപ്പോഴേക്കും പൾസ് പോകും. അങ്ങനെയാണ് പലരും മരിച്ചത് കേട്ടോ. അല്ലാണ്ട് കോവിഡ് വൈറസിനെയൊന്നും കൊണ്ട് നിങ്ങൾ കുറ്റം പറയല്ലേ. അപ്പോൾ പ്രോപ്പർ ബ്രീത്തിങ് പഠിക്കണം. പിന്നെയോ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടോ? ഏത് കാര്യത്തെയും നിഷേധാത്മകമായി ചിന്തിക്കുന്നൊരു സമാജമാണ് ഇപ്പോൾ നമ്മുടെ ഹിന്ദു സമാജം. ഏതിനെയും വലിയ ന്യായീകരണം. ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ അവനവൻ്റെ കാര്യം മര്യാദയ്ക്ക് നോക്കാൻ അറിയാത്ത ഗതികെട്ട രീതിയിലാണ്. അപ്പോൾ പ്രോപ്പർ നമുക്ക് ആ ഒരു പോസിറ്റീവ് തിങ്കിങ്, ഏതിനും നല്ല രീതിയിൽ ഗുണാത്മകമായി ചിന്തിക്കുന്ന ഒരു മനസ്സും സമാജവും നമുക്കുണ്ടാക്കിയെടുക്കേണ്ടി വരും. പിന്നെയോ പ്രോപ്പർ റിലാക്സേഷൻ. 33 തരം അസുഖങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് നമ്മളെ റിജുവനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ശരീരത്തിന് വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാധനമാണ് റിലാക്സ് ചെയ്ത് ഉറങ്ങുക. 6 മണിക്കൂറെങ്കിലും സാധിക്കുമോ? അപ്പം ഇങ്ങനെയുള്ള ആചരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഏതെങ്കിലും പുരാണങ്ങൾ തൊട്ട് വാങ്ങിയിട്ടില്ല ഞാൻ. ഇതെല്ലാം കൂടി ചേർന്ന ഒരു ധർമ്മത്തിൻ്റെ പേരാണ് ദ വേ ഓഫ് ലൈഫ്. അതിൽ ഈശ്വരനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇവരെയൊന്നും തല്ലിക്കൊന്ന് കനാലിലിടാനല്ല നമ്മൾ പറഞ്ഞിരിക്കണേ. ഇതിൽ മൊബൈലുണ്ട്, അതൊക്കെ ചെയ്യാം. പക്ഷേ ഭർത്താവ് പറയുമ്പോഴെങ്കിലും ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ കഴുത്തിക്കൂടെ ഏത് വഴിക്കാൻ വരാമെന്നറിയില്ല. ഗ്രീഷ്മയെ പോലുള്ള ആൾക്കാർക്ക് കഷായം കുടിപ്പിക്കാനുള്ള അവസരം വരില്ല. എനിക്കിത് പട്ടാളക്കാരൻ വിവാഹാലോചിച്ചു വന്നു, ചേട്ടാ ഷാരോനെ ഇനി നമ്മൾ തമ്മിലൊന്നും ബ്രേക്കപ്പ് ആക്കാം, ഇന്നലെ വരെ നമ്മൾ പ്രണയിച്ചു, അത് രസാടോ എന്ന് പറയേണ്ടതിന് വേറെ ജയിലിൽ കിടക്കാൻ പറ്റി. MA-കാരിയാണ്, നല്ല അതിന് റാങ്ക് മേടിച്ചിട്ടുള്ള. അതുപോലെ തന്നെ നെന്മാറയിൽ ഇപ്പോൾ നമ്മൾ നടന്നു കഴിഞ്ഞു. ഒരു ജ്യോത്സ്യൻ, ഞാൻ ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ ബഹുമാനിക്കുന്നു, ജ്യോത്സ്യന്മാരുടെ അബദ്ധധാരണകളെ എതിർക്കുന്നു. ഇതൊക്കെ മൈക്സെറ്റ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഹിന്ദു സാമൂഹ്യ പ്രവർത്തകൻ തന്നെയാണ്. ഇത്രയും ധൈര്യമായിട്ട് ഇതുപോലെ നമുക്കല്ലേ പറയാൻ പറ്റുള്ളൂ, ശരിയല്ലേ? ആ ജ്യോതിഷൻ ഈ പറയുന്ന ആ വ്യക്തിയെ, അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഭാര്യ ഓടിപ്പോവുകയാണ് ചെയ്തത്. പകലും രാത്രി 3-4 പ്രാവശ്യം
കാര്യങ്ങൾ നടത്താനുള്ള ആർത്തിയും അവസാനം അതിൻ്റെ പാരമ്യതയിൽ തലയണ വെച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുകയും ഒലയ്ക്ക പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഇത് പൊറുതി മുട്ടിയിട്ട് പോയതാണ്. ഭാര്യ ഇട്ട് ഓടിപ്പോയി. അവർ ജ്യോത്സ്യനെ പോയി കണ്ടു. അയാൾ പറഞ്ഞു, നീളം മുടിയുള്ള ഒരാൾ നിങ്ങളുടെ അയൽവക്കത്ത്, അവരാണ് ഇതിനൊക്കെ കാരണം. അപ്പം ഇയാൾ നോക്കിയപ്പോൾ നീളം മുടിയിലുള്ള ഒരാളുണ്ട്. വെട്ടി വന്നു, കഴുത്തറത്തു. അപ്പോൾ ഈ കുടുംബവും എന്നൊരു വാക്കുണ്ട്. അപ്പോൾ അവരും കുടുംബമാണ് ഇപ്പം നമ്മുടെ നാശത്തിനും. നമ്മുടെ ഭാര്യ നമ്മുടെ കഴിവ് കുറവുകൊണ്ടോ അല്ലെങ്കിൽ കഴിവിൻ്റെ കൂടുതൽ കൊണ്ടോ ഓടിപ്പോയതിന് അയൽവക്കത്തെ ആളെ കൊന്നു. ഇത് കഴിഞ്ഞ് കോടതിയിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴേക്കും ദയാപൂർവം ജാമ്യം അങ്ങോട്ട് കൊടുത്തു. പോലീസ് വളരെ സന്തോഷപൂർവ്വം ഡിഫെൻഡ് ചെയ്തില്ല. എന്നിട്ട് ആകെ കൂടി പറഞ്ഞു, നെന്മാറ പഞ്ചായത്തിലേക്ക് വരണ്ട കേട്ടോ, നീ മോനെ പൊക്കോ, മോനെ പൊത്തേ എന്നൊക്കെ വിളിക്കാനുള്ള പോ. അങ്ങനെ നിങ്ങളിപ്പോഴത്തെ സ്റ്റാറ്റസ് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും അപ്പൂപ്പൻ്റെയൊക്കെ പേര് വിളിച്ചിട്ട് നല്ല നല്ല പദങ്ങളോടുകൂടി ഒക്കെ തരുന്ന ടീമാണ് കേട്ടോ ഇവരൊക്കെ. അതുകൊണ്ട് ഇവർ അത്ര വലിയ ഹരിചന്ദ്രന്മാരൊന്നുമല്ല. പക്ഷേ ഇയാളുടെ അടുത്ത് അങ്ങനെയായിരിക്കും. എന്നിട്ടോ ഇയാൾ അവിടെ തൊട്ടടുത്ത വീട്ടിൽ സുഖമായിട്ട് ഒരു മാസമായിട്ട് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ IPC 302 പ്രകാരം ഒരു കൊലപാതകത്തിന് ശിക്ഷിച്ച് വിചാരണ നേരിടുന്നൊരു വ്യക്തി ജാമ്യത്തിൻ്റെ കാലത്ത് ഇതേപോലെ തന്നെ സാക്ഷികളെ ആരെങ്കിലും എന്താ പറയുക ഭീഷണിപ്പെടുത്തിയാൽ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ സെക്ഷൻ ഉണ്ട് അതിൽ. അതനുസരിച്ച് വീണ്ടും കോടതിയിൽ ഇയാളെ പ്രസൻറ്റ് ചെയ്ത് ജയിലിലേക്ക് ആക്കാം. ആ അമ്മയും അച്ഛനും ആ പറയുന്ന മരിച്ച വ്യക്തിയും ആ കുട്ടികളടക്കം, ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു രംഗമുണ്ട്, നിങ്ങൾ കേട്ടോന്ന് അറിഞ്ഞൂടാ. അതിൽ പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ 29-ാം തീയതി കൊണ്ട് കൊടുത്തതാണ് സാറന്മാരുടെ കയ്യിൽ. സാറന്മാർ ഇയാളെ വിളിച്ചു വരുത്തി സന്തോഷപൂർവ്വം നീ ഇങ്ങോട്ട് വരരുത് കേട്ടോ, പൊക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു വിട്ടു. എങ്ങനെയുണ്ട്, രസമായില്ലേ? ഇപ്പോഴോ എന്ത് സംഭവിച്ചു? ആ അച്ഛനില്ല. ആ സ്കൂട്ടർ വന്ന് വെട്ടി വീഴ്ത്തുന്ന കണ്ടിട്ട് അമ്മ ഓടിച്ചെന്നപ്പോൾ ആ അമ്മയില്ല. ആ കുട്ടികൾ എവിടെയോ മാറി നിൽക്കുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അവർ ഈ കേരള മനസ്സാക്ഷിയുടെ മുന്നിൽ മൃദുഭാവേ ദുരുട്ട ചിത്തേ ഇതാണല്ലോ എഴുതി വെച്ചിരിക്കണ ഈ സാധനത്തിൻ്റെ മുകളിൽ. നമ്മുടെയൊക്കെ നീതി കൊണ്ടല്ലേ ഈ ഭക്ഷണം കഴിക്കുന്നവരും. വേഷം ഏത് വേണേ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രതിജ്ഞ ചെയ്ത് നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നവരൊക്കെ നിങ്ങൾക്കൊരാപത്ത് വന്ന് ഓടി വരുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പരസ്യമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഒരു സ്റ്റേഷനിൽ ആകെ 47 പോലീസുകാരുണ്ടാവും. അതിൽ 10 പേര് ലീവായിരിക്കും, 15 പേര് വലിയ വലിയ തമ്പുരാക്കന്മാർക്ക് ബീറ്റിന് വേണ്ടി വഴിയിൽ നിൽക്കുമ്പോൾ സല്യൂട്ട് അടിക്കാനുണ്ടാവും. ബാക്കി 2 പേര് മതം അനുസരിച്ച് മാത്രമല്ലാണ്ട് കേസ് എഴുതില്ല. അല്ലാത്ത ആൾക്കാർക്ക് കൈക്കൂലി ഇട്ടാണ്ട് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അനങ്ങില്ല. പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ വരുന്നത് 2 പേരാണ്. അവർ മാറിയിരിക്കും. 2 പേരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പറ, ഒരു അക്രമിയെ നേരിടാൻ പറ്റുമോ? ഉവ്വ, ഞാൻ കുറ്റമല്ല പറയുന്നത്. പക്ഷെ അവരില്ലെങ്കിൽ ഈ സമാജം എങ്ങനെയായിരിക്കും? ഒരു ദിവസം അവരൊന്നും എല്ലാവരും കൂടി ക്യാഷ്വലിൽ എടുത്ത് പോയാൽ ഈ കേരളം എങ്ങനെ ഇരിക്കും? ശരിയാണോ? അതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അതിൽ നല്ലവരുണ്ട്. പക്ഷെ ഈ വീഴ്ചയെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ആ കുട്ടിയും അയാളും ചെന്ന് എഴുതി കൊടുത്തതാണ്. എഴുതി കൊടുത്തത് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ 2 ജീവനെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ലേ? ഇല്ലേ? അയാളൊരു സൈക്കോപാത്താണ്. ഞാൻ മനഃശാസ്ത്രം പഠിച്ചതുകൊണ്ടാണ് പറയുന്നത്. MSc സൈക്കോളജിയിൽ ഞങ്ങൾ ഇതേപോലുള്ള ക്രിമിനൽസിൻ്റെ കാര്യം പഠിക്കുന്നുണ്ട്. അവരുടെ സ്വഭാവങ്ങൾ അതാണ്. അതിൽ നമുക്ക് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, ഷഠനോട് കൗടില്യനും അർത്ഥശാസ്ത്രത്തിലും നമ്മുടെ രാജാക്കന്മാരിലും അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ നീതിയുണ്ട്. ഷഠനോട് ഷാഢ്യം മാത്രമേ പാടുള്ളൂ. ആ ഹിന്ദുധർമ്മത്തെയാണ് വിവേകാനന്ദ സ്വാമിജി ഉയർത്തി പറഞ്ഞത്. കാരിരുമ്പിൻ്റെ ശക്തി, ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെയുള്ള മാംസപേശികളും നാഡീഞരമ്പുകളുള്ള യുവാക്കളുടെ, ആണത്തമുള്ളവരുടെ പെങ്ങള് അപമാനിക്കപ്പെടുമ്പോൾ, അത് ഏത് വീട്ടിലെ ആയാലും സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ രക്ഷിക്കാനുള്ള കൈകളായിട്ട് വരാത്ത നപുംസകലിംഗങ്ങളായിട്ട് പ്രസവിച്ച് വളർത്തി, മുലയെട്ടി വളർത്തി, വലിയ വലിയ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഒന്നാന്തര ആൾക്കാരാക്കി വളർത്തിയിട്ടുണ്ട് നമ്മുടെ ആൾക്കാരെ. അല്ലേ? ശരിയല്ലേ? ഇതിനായിരുന്നോ നിങ്ങൾ ചെയ്തത്? അവിടെയാണ് ആഹാര നിദ്ര ഭയം മൗധനം ച. ആഹാരവും നിദ്രയും മൈഥുനമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ജന്തു സമാനമായിട്ടുള്ള ആൾക്കാരെയാണോ ഇനി അടുത്ത ഹിന്ദു സമാജത്തിന് ആവശ്യമെന്ന് നിങ്ങളുടെ കൊച്ചു മനസ്സാക്ഷിയുടെ മുന്നിൽ ചോദ്യമുയർത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ തൽക്കാലം ഒരു തൃപ്തിയുമില്ലാതെ ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഇനി എപ്പോഴെങ്കിലും ഭാഗ്യം അനുവദിക്കുമെങ്കിൽ, ഇവിടുത്തെ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള സത്സംഗങ്ങൾ നടത്താം. ഭക്തി പ്രഭാഷണം എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞത്. ക്ഷമിക്കണം ടീച്ചറെ, ഭക്തി പ്രഭാഷണം ഡോക്ടർ എ രാധാകൃഷ്ണൻ്റെ നിഘണ്ടുവിലില്ല.
ഇനി ഭക്തി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുംഭമേളയിലേക്ക് വെക്കോ. ഇന്ന് വസന്ത പഞ്ചമിയാണ്, പോയി കുളിച്ചിട്ട് വാ. അപ്പോൾ ഈ ഗാർഗെ പോലുള്ള ആൾക്കാർ, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷിയുടെ ഏറ്റവും വലിയ, ഈ രാജ്യത്തിന് വേണ്ടി രാംധുൻ പാടി ഹിന്ദുധർമ്മമാണ്, രാമരാജ്യമാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഗാന്ധിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ഇന്നത്തെ അതിൻ്റെ പ്രസിഡന്റ് പറയുന്നു അവിടെ പോയി കുളിച്ചിട്ട് എന്താ വെച്ചത്? ഓർക്കുക, കാലം മാറി. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതേ പറയാനുള്ളൂ. ഇതുവരയ്ക്കെൻ്റെ നാഡീ ഞരമ്പുകൾ ഹൃദയ രക്തത്തുടിപ്പേറ്റ് പാടുമോ, അതുവരയ്ക്കും പ്രളയം വരികിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരെ. ഇതാണ് എന്നെ പഠിപ്പിച്ച ഹിന്ദുധർമ്മം. ആ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് തന്നെയായിരിക്കും മറ്റെല്ലാം മറന്നുകൊണ്ട് എനിക്ക് പെരുമാറേണ്ടി വരിക. അതിലാരെ എനിക്ക് ദ്രോഹിക്കേണ്ട കാര്യമില്ല. 32 വർഷക്കാലം ഒരു കുക്കറിൽ ഭക്ഷണം വെച്ച് ഒരു മഹല്ല് കമ്മിറ്റി പ്രസിഡൻ്റായിട്ടുള്ള അലിയുടെ കൂടെ ഈ എ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. മതമായിരുന്നില്ല എനിക്ക് പ്രശ്നം. മതത്തിൻ്റെ പേരിൽ ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന വിഘടനവാദ സിദ്ധാന്തത്തെ എൻ്റെ മകനായാൽ പോലും എതിർക്കുമെന്നുള്ളതാണ് എൻ്റെ നയം. ഇതാണ് എൻ്റെ ഹിന്ദുധർമ്മം. മനസ്സിലായല്ലോ? അതല്ലാതെ വേറൊന്നും എനിക്കില്ല. ആ ധർമ്മം എന്നെ പഠിപ്പിച്ച പരമേശ്വരൻ്റെ ആ ചൈതന്യം വളർത്തിയെടുക്കുന്ന ഈ വേദിയിൽ നിങ്ങളും അടുത്ത തലമുറയിലേക്ക് ആ ചൈതന്യത്തെ വഹിച്ചുകൊണ്ട് പോകാനും അത് നേരിട്ട് വന്ന് അനുഭവിക്കാൻ നമ്മുടെ കൊച്ചുമക്കളെയും കൂടി ഇനിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുവരണം. തിരുവാതിരയും കാര്യവും കളിയും ഒക്കെ നടക്കുന്നതോടൊപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ആത്മീയമായിട്ടുള്ള ചൈതന്യത്തെയും കൂടി ഉൾക്കൊള്ളാനുള്ളൊരു ബോധം സാക്ഷാൽ പരമേശ്വരൻ ആദിനാഥൻ സനാതനൻ നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.